ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് കൊല്ലവർഷം 1201 വൃശ്ചികം 1. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. 2 മാസത്തെ വാർഷിക തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായി. പുലർച്ചെ 5 മണിയോടെയാണ് ക്ഷേത്ര നട തുറന്നത്. ഇന്നു മുതൽ ഭക്തർക്ക് ദർശനത്തിനായി പ്രവേശനം അനുവദിച്ചു തുടങ്ങി. നട തുറന്ന ശേഷം ഈ വർഷത്തെ പുതിയ മേൽശാന്തിമാർ ചുമതലയേറ്റു. ശബരിമല ക്ഷേത്രത്തിന്റെ പുതിയ മേൽശാന്തിയായി കെ ജയരാമൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. മാളികപ്പുറം ക്ഷേത്രത്തിന്റെ മേൽശാന്തിയായി ഹരിഹരൻ നമ്പൂതിരിയും ചുമതലയേറ്റു. ഭക്തർക്ക് സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും പോലീസ്, ദേവസ്വം ബോർഡ്, മറ്റ് ഏജൻസികൾ എന്നിവയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി വെർച്വൽ ക്യൂ സംവിധാനം വഴിയുള്ള ബുക്കിംഗിനും പ്രാധാന്യം നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ഉൾപ്പെടെയുള്ള 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നത്. കൂടാതെ കടൽക്ഷോഭത്തിനും തിരമാലകൾ ഉയരാനും സാധ്യതയുള്ളതിനാൽ തീരദേശ ജില്ലകൾക്ക് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ തുടങ്ങിയ തീരദേശ ജില്ലകളിലാണ് സ്വെൽ സർജ് അഡ്വൈസറി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിലെ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. BLOമാർ ഇന്ന് ജോലി ബഹിഷ്കരിക്കും. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ജോലിയുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ ഒരു ബൂത്ത് ലെവൽ ഓഫീസർ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളമുള്ള BLOമാർ ഇന്ന് ജോലി ബഹിഷ്കരിക്കും. എന്നാൽ കണ്ണൂരിലെ BLOയുടെ മരണവുമായി ബന്ധപ്പെട്ട് കളക്ടർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ജോലി സംബന്ധമായ സമ്മർദ്ദത്തിന് തെളിവില്ല എന്നാണ് റിപ്പോർട്ട്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. പുതുക്കിയ വോട്ടർ പട്ടിക പുറത്തിറങ്ങി. 2.84 കോടിയിലധികം വോട്ടർമാരാണ് അന്തിമ പട്ടികയിലുള്ളത്. ഇതിൽ 1,50,18,10 സ്ത്രീകളും 1,34,12,470 പുരുഷന്മാരും 281 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. വാർഡ് പുനർനിർണയത്തിലൂടെ സംസ്ഥാനത്തെ 1200 തദ്ദേശ സ്ഥാപനങ്ങളിലായി ഉണ്ടായിരുന്ന വാർഡുകളുടെ എണ്ണം 21,900 നിന്ന് 23,612 വർദ്ധിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഒഴികെ 2025 തിരഞ്ഞെടുപ്പ് 23,576 വാർഡുകളിലേക്കാണ് നടക്കുന്നത്. സെർവിക്കൽ ക്യാൻസർ പ്രതിരോധം. സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിനും രോഗനിർണയത്തിനുമായി സംസ്ഥാനം നടത്തുന്ന ആരോഗ്യം ആനന്ദം അകൃതമർബുദം ക്യാമ്പയിനിൽ 20 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. +1, +2 ക്ലാസുകളിലെ പെൺകുട്ടികൾക്ക് സെർവിക്കൽ ക്യാൻസർ വാക്സിൻ നൽകുന്ന ആദ്യ ഘട്ടത്തിനും തുടക്കമായി. ആദ്യ തദ്ദേശീയ ചെറുമുങ്ങിക്കപ്പൽ INS മാഹി നവംബർ 24-ന് രാജ്യത്തിന് സമർപ്പിക്കും. ഇന്ത്യൻ നാവികസേനയുടെ പ്രതിരോധ ശേഷിക്ക് കരുത്തു പകർന്നുകൊണ്ട് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ചെറുമുങ്ങിക്കപ്പൽ വേദക്കപ്പൽ അഥവാ ഷാലോ വാട്ടർ ആന്റി സബ്മറൈൻ വാർഫെയർ ആയ INS മാഹി നവംബർ 24-ന് കമ്മീഷൻ ചെയ്യും. മാഹി ക്ലാസ് പ്രൊജക്ടിന്റെ ഭാഗമായുള്ള ആദ്യ കപ്പലാണിത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഈ കപ്പൽ നിർമ്മിച്ചത്. ആഴം കുറഞ്ഞ തീരദേശ ജലാശയങ്ങളിൽ പതിയിരിക്കുന്ന ശത്രു മുങ്ങിക്കപ്പലുകളെ കണ്ടെത്താനും പിന്തുടരാനും നിർവീര്യമാക്കാനും ഈ കപ്പലുകൾക്ക് കഴിയും. ഏറ്റവും പുതിയ സോണാറുകളും മുങ്ങിക്കപ്പൽ വേദ ആയുധങ്ങളും INS മാഹിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ പ്ലാറ്റ്ഫോം, ലഘുവായ ടോർപിഡോകൾ, റോക്കറ്റുകൾ എന്നിവ വഹിക്കാനുള്ള ശേഷിയും ഈ കപ്പലിനുണ്ട്. വാർത്ത തുടരും. സൈനിങ് ഓഫ്.